നമസ്കാരം. പെരിന്തൽമണ്ണ ബൈപ്പാസിനെ കുറിച്ച് ഇന്നലെ മർച്ചൻസ് അസോസിയേഷന്റെ നേതാക്കന്മാർ 2026 ഓഗസ്റ്റ് 17 പെരിന്തൽമണ്ണയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനം കേട്ടു. അതിൽ അവർ പറയുന്നത് ഈ ആദ്യം വരേണ്ടത് മാനത്തുമംഗലം പോരാടംപാലം ബൈപ്പാസ് തന്നെയാണ്, കുന്നപ്പള്ളി വൈലോങ്ങര ബൈപ്പാസ് രണ്ടാമത് വന്നാൽ മതി എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2008-2009 കാലത്താണ് ഇങ്ങനെ മാനത്തുമംഗലം ബൈപ്പാസിനെ കുറിച്ച് സഖാവ് ശശികുമാർ MLA ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആദ്യം ഒരു പ്രപ്പോസൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം വരേണ്ടത് മാനത്തുമംഗലം ബൈപ്പാസ് തന്നെയാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ രണ്ടാമത്തെ ബൈപ്പാസ് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് മഞ്ഞളാംകുഴി അലി MLA ആണ് ഇങ്ങനെ ഒരു ബൈപ്പാസുമായിട്ട് ഈ കുന്നപ്പള്ളി വൈലോങ്ങര ബൈപ്പാസ് നിർദ്ദേശമായിട്ട് വന്നത്. അത് ഈ മാനത്തുമംഗലം ബൈപ്പാസിനെ പാരപണിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചില ആളുകൾ സംശയിക്കുന്നത്. നമുക്കതറിയില്ല. എന്തായാലും അത് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അങ്ങനെ നിർദ്ദേശം വന്നത്. എന്തായാലും മർച്ചൻസ് അസോസിയേഷൻ, പെരിന്തൽമണ്ണയിലെ മർച്ചൻസ് അസോസിയേഷൻ പറഞ്ഞത് മാനത്തുമംഗലം ബൈപ്പാസ് തന്നെയാണ് ആദ്യം വരേണ്ടത്. അത് പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തുമുള്ള എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ വരണം എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം അതല്ല. ഈ മർച്ചൻസ് അസോസിയേഷൻ നേതാക്കന്മാർ മാനത്തുമംഗലം ബൈപ്പാസാണ് ആദ്യം വരേണ്ടത് എന്ന് പറയാൻ മുന്നോട്ട് വെച്ച ന്യായമാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിച്ചത്. അതിന് അവർ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഈ മാനത്തുമംഗലം ബൈപ്പാസ് കണക്കാക്കിയിട്ടാണ് ആളുകൾ അവിടെ കുറേ ആളുകൾ കച്ചവടക്കാർ പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിച്ചതും അവിടെ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയതും. അതുകൊണ്ട് ആ ബൈപ്പാസ് ആദ്യം വരണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തതും ആകാമല്ലോ, കാരണം പിന്നെ അവിടെയും കുറേ കച്ചവടക്കാർ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, അപ്പോൾ പിന്നെ രണ്ടാമത് അവിടെ ആവാം എന്നുള്ള രീതിയിലാണ് മർച്ചൻസ് അസോസിയേഷൻ്റെ ബഹുമാന്യനായ നേതാവ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മളൊക്കെ ചിന്തിക്കുന്നത് പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ജനങ്ങൾ, ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ കഴിഞ്ഞ 10-20 കൊല്ലക്കാലമായിട്ട് അനുഭവിക്കുന്ന തീരാ ദുരിതം അതെങ്ങനെയെങ്കിലും പരിഹരിക്കണം, അതിനുള്ള ഒരു ശാസ്ത്രീയമായ പരിഹാര മാർഗമാണ് ഈ മാനത്തുമംഗലം ബൈപ്പാസ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ കച്ചവട സംഘത്തിൻ്റെ നേതാക്കന്മാർ ചിന്തിക്കുന്നത് കച്ചവടക്കാരുടെ ലാഭം മാത്രം ലാക്കാക്കിയിട്ടാണ്. ആ ബൈപ്പാസിലാണ് ഇപ്പോൾ കച്ചവടക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്, കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ആദ്യം വരണം. രണ്ടാമത്തെ ബൈപ്പാസിൻ്റെ സ്ഥലത്ത് ഇനി പുതിയ കച്ചവടക്കാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തതും വരണം എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. അപ്പോൾ അവനവൻ്റെ ലാഭം, അവനവൻ്റെ കച്ചവടം, അതിന് സമൃദ്ധി ഉണ്ടാക്കണം, അതിന് മെച്ചമുണ്ടാക്കണം എന്നുള്ളതല്ലാതെ നാടിൻ്റെ പൊതുവായ വികസനത്തിനുള്ള ശാസ്ത്രീയമായ പരിഹാരമാർഗമാണ് മാനത്തുമംഗലം ബൈപ്പാസ് എന്ന് ഇവരാരും പറയുന്നില്ല. യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണയുടെ ഗതാഗതക്കുരുക്കിൻ്റെ പ്രധാന പ്രശ്നം ഈ ചിന്താഗതിയാണ്. ഈ ചിന്താഗതിയുള്ള രാഷ്ട്രീയ നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായി എന്നുള്ളത് കൂടിയാണ് ഈ കഴിഞ്ഞ 10-15 കൊല്ലക്കാലമായിട്ട് പെരിന്തൽമണ്ണക്കാരും ഈ അങ്ങാടിപ്പുറത്തുമൊക്കെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന തീരാ ദുരിതത്തിൻ്റെ, ആ ദുരന്ത സമാനമായ ദുരിതത്തിൻ്റെ അടിസ്ഥാന കാരണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കച്ചവട മനസ്ഥിതിയുമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ഈ ബൈപ്പാസിന് അട്ടിമറിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത് എന്നുകൂടി പെരിന്തൽമണ്ണയിലെ നല്ലവരായ മനുഷ്യർ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത്, നമ്മളിനി പലതവണ പറഞ്ഞു, നമ്മൾ പഴയ കാലം ചികഞ്ഞ് ഇനി ആരാണ് അതിൻ്റെ ഉത്തരവാദി, ആരാണ് ഇതിന് കാരണക്കാർ എന്ന് കണ്ടെത്തി പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ ഇനി അർത്ഥമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ മാനത്തുമംഗലം പോരാടംപാലം ബൈപ്പാസ് വരുന്നതിന് വേണ്ടി മുൻകൈ എടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുൻകൈ എടുക്കുന്നത് ആരായാലും അതിൽ കക്ഷി രാഷ്ട്രീയമോ സംഘടനാ വ്യത്യാസമോ ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിൻ്റെ പിന്നിൽ അണിനിരക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ നാട് അനുഭവിക്കുന്ന ഈ തീരാ ദുരിതം അവസാനിക്കുകയുള്ളൂ എന്ന് വളരെ വിനയപുരസരം പെരിന്തൽമണ്ണയിലെ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. മർച്ചൻസ് അസോസിയേഷൻ നേതാക്കന്മാരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ കച്ചവട താല്പര്യമോ നിങ്ങളുടെ ലാഭമോ മാത്രം നോക്കി നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ള പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.